മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹിസ്ബുള്ള വിഷയത്തിൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ കമന്റ് ബോക്സുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളും വലിയ രീതിയിൽ വിജയം ആഘോഷിക്കുന്നുണ്ട്. അത്തരം മൊണ്ണകളായ ജിഹാദികൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മറുപടി കൊടുക്കുകയാണ്. അത്തരം മൊണ്ണകളായ ജിഹാദികൾ ചെയ്യുന്ന കുറച്ച് കമന്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുമുണ്ട്. ആദ്യത്തെ കമന്റാണ്, കിട്ടേണ്ടത് കിട്ടിയാൽ തോന്നേണ്ടത് തോന്നുമെന്ന്. ആർക്ക് എന്ത് കിട്ടിയെന്ന്? ഹിസ്ബുള്ളയല്ലേ ഇരന്ന് ചൊറിഞ്ഞ് വാങ്ങിയിട്ടുള്ളത്? ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വല്ല യുദ്ധവുമായിരുന്നോ? ഈ യുദ്ധം എന്ന് പറയുന്നതല്ല, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവലിയണം എന്ന് പറഞ്ഞ് വലിയ വീരവാദം അടിച്ചുകൊണ്ട് ഹിസ്ബുള്ളയായിരുന്നു രംഗത്തെത്തിയത്. അന്ന് വീരവാദം അടിച്ച ഹസൻ നസ്രുള്ള ഇന്നിപ്പോ എവിടെയാ ഉള്ളത്? അപ്പൊ ആർക്കാണ് എന്താണ് കിട്ടിയത് എന്നൊക്കെ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അടുത്ത കമന്റാണ്, എന്തു തീരുമാനമായാലും ആയുധം ബലം കൊണ്ട് കളിച്ചവർ അതേ ആയുധങ്ങൾ കൊണ്ടു തന്നെ അവസാനിക്കുമെന്നത് പരമമായ സത്യം. അതെ, ഇത് വലിയ സത്യം തന്നെയാ. കുറച്ച് ആയുധവും കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയതാ. അതിന് ഇസ്രായേല് ഹമാസിന്റെ മേധാവികൾ ഉൾപ്പെടെ ഓരോ ഹമാസ് ഭീകരനെയും തേടിപ്പിടിച്ച് തീർത്തത് നമ്മൾ കണ്ടു. ഹമാസ് മാത്രമാണോ? ഹമാസ് കുറച്ച് ആയുധം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ആയുധങ്ങളുമായിട്ട് വലിയ വെല്ലുവിളി നടത്തിയതാ ഹിസ്ബുള്ള. ഇന്ന് കരഞ്ഞ് നിലവിളിച്ച് നടക്കുക, എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് എത്തിയാൽ മതി ഈ ഹിസ്ബുള്ളക്ക്. അപ്പോൾ സകല ഇത്തരം കമന്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് ആയുധങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങിയാൽ ഒരു ചൂക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഗതികെട്ട അവസ്ഥ തന്നെയായിരിക്കും ലോകത്തെ സകല ഭീകരവാദ സംഘടനകൾക്കുമെന്ന് സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. മറ്റൊരു കമന്റാണ്, പണ്ടേ ട്രംപ് പറഞ്ഞതാണ് ഹിസ്ബുള്ള ചെറിയ മീനല്ല എന്ന്. ഇതൊക്കെ ട്രംപ് എവിടെയെങ്കിലും വെച്ച് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഇതിനെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന വാർത്തയാണെന്ന്. മറ്റൊന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അത് വെച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾക്കിടയിലൊക്കെ ഉള്ളത് കൃത്യമായ തീവ്രവാദ ഭീകരവാദ അനുകൂലികൾ മാത്രമല്ല, ഒറിജിനൽ തീവ്രവാദികൾ തന്നെയാണ് എന്നല്ലേ അറിയേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയെ പരസ്യമായിട്ട് കമന്റ് ഇട്ട് പിന്തുണയ്ക്കുക. ഇമാതിരി ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയുക. മറ്റൊരു കമന്റ് ആണ്, തിരിച്ചടി ശക്തി കൂടിയപ്പോൾ കരാറിന് തയ്യാർ. ആര്? ഇസ്രായേൽ കരാറിന് തയ്യാറായി തിരിച്ചടിക്കോ? ആരാണ് ഈ നിലവിളിയുമായിട്ട് നടക്കുന്നത്? ഇനി നമുക്ക് തിരിച്ചടിയുടെ കണക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ഒക്ടോബർ 7 ഉള്ള അതേ പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിന് ഇന്നുമുള്ളത്. അതേ സൈനിക മേധാവിയാണ് ഇസ്രായേലിന് ഇന്നുമുള്ളത്. അതേ പ്രതിരോധ മന്ത്രിയാണ് ഇസ്രായേലിന് ഇന്നുമുള്ളത്. അങ്ങനെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സകല ആളുകളും കഴിഞ്ഞ ഒക്ടോബർ 7 ഉള്ള അതേ ആളുകളാണ്. അവര് തന്നെയാണ് ഇന്നും ഇസ്രായേലി സൈന്യത്തെയും ഇസ്രായേലിനെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഹമാസിനെ എടുക്കണോ? ഇസ്മായിൽ ഹനിയ ഇല്ല, യഹ്യാ സിൻവാർ ഇല്ല, അങ്ങനെ ഹമാസിന്റെ ഒരു ഭീകരവാദ മേധാവികളുമില്ല. ഇനി ഹിസ്ബുള്ള എടുക്കാം. ഈ വെടിനിർത്തൽ കരാറ് ഇവരുമായിട്ടാണല്ലോ. ഇവർക്ക് പിന്നാലെ നടക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ഹിസ്ബുള്ളയുടെ സാക്ഷാൽ ഹസൻ നസ്രുള്ളക്ക് ഇന്ന് ജീവനില്ല. എന്തെങ്കിലും പനി പിടിച്ച് മരണപ്പെട്ടതല്ല. അതേപോലെ തന്നെ ആസിം സഫീദ്ദീൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ 100 കണക്കിന് പ്രധാനപ്പെട്ട കമാൻഡർമാർ, 1000കണക്കിന് ഹിസ്ബുള്ള ഭീകരര്, ഇതൊക്കെ നമ്മൾ തന്നെ 100 കണക്കിന് വീഡിയോകളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പൊ പറയാ ശക്തി കൂടിയപ്പോൾ കരാറിന് തയ്യാറാണ്. എന്ത് ശക്തി കണ്ടിട്ടാ ഇതൊക്കെ വിളിച്ചു പറയാം? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഈ കേരളത്തിലെ സകല ജിഹാദികൾ, ഇവിടെയുള്ള ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരൊക്കെ മരമൊണ്ണകളാണോ? ഇതൊക്കെ എങ്ങനെയാ ഇവരിങ്ങനെ കണക്ക് കൂട്ടുന്നത്? തീരെ മനസ്സിലാവുന്നില്ല. മറ്റൊരു കമന്റാണ്,
തെല്ലവീവ് കത്തിയപ്പോൾ ബംഗറോളിക്ക് ബോധം വന്നു. ഞങ്ങളുടെ തലസ്ഥാനം ബെയ്റൂട്ട് ആക്രമിച്ചാൽ ടെല്ലവീവ് കത്തിക്കുമെന്ന് പറഞ്ഞു. ബെയ്റൂട്ട് ആക്രമിച്ചു. പിന്നെ നടന്നത് തെല്ലവീവ് മാത്രമല്ല, ഹൈഫ, കിര്യത്ത്, ഷിമോഅ എല്ലാം കത്തിച്ചു കയ്യിൽ കൊടുത്തു. 40 ലക്ഷം പേരെ ഒരുമിച്ച് ബങ്കറിൽ കയറിയെങ്കിൽ അമ്മാതിരി അടിയാണ് തിരിച്ചു കിട്ടിയത്. ഇനി നമുക്ക് അല്പം ഡീൽ ആകാമെന്ന് ബംഗറോളി വലിയ ആവേശത്തിലാ. ഈ വെടിനിർത്തൽ കരാറൊക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന കമന്റുകളാ സകല ആളുകളോട്. നമുക്ക് ആരോട് ചോദിക്കാം, എന്ത് ഈ പറയുന്ന ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ, ഈ ജിഹാദികൾ പറയുന്നത് തെല്ലവീവ്, ഹൈഫ, കിര്യത്, ഷിമോഹ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ കത്തിച്ചു എന്നാ പറയുന്നത് ഹിസ്ബുള്ളാന്റെ ആളുകൾ. ഓക്കെ, ഈ ആളുകളോടൊക്കെ നമ്മളൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കൊരു യാത്ര ചെയ്യാനൊരു സൗകര്യം തന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ തെല്ലവീവിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ലബനാനിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുക? ഈ 2 ഓപ്ഷൻ ആണെങ്കിൽ ആരെങ്കിലും ഈ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോവോ? ഇനി ഈ പറയുന്ന ഗാസയിലേക്ക് പോവോ? എന്തിനേറെ പറയുന്നു, സകല ഇന്റർവ്യൂകളിലും കഫിയൊക്കെ ധരിച്ച് ഹമാസിന് തന്നെയാണ് പിന്തുണ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്ളോഗർ ഉണ്ടല്ലോ, മാഹിൻ എന്ന് പറഞ്ഞ്. അവരും പോയിട്ടുള്ളത് എവിടേക്കാ? ഇസ്രായേലിലേക്കാ. എന്ത് ഈ പാലസ്തീനെയും ഹമാസിനെയും ഇത്തരം ആളുകളെയൊക്കെ നിരന്തരം പിന്തുണക്കുന്ന ഈ മാഹിനൊന്നും ഈ പറയുന്ന ഈ തെക്കൻ ലബനാനിലേക്കും ഗാസയിലേക്കൊന്നും പോവാത്തത്? അത് ആലോചിച്ചിട്ടെങ്കിലും ഇത്തരം കമന്റ് ഇടുന്ന ജിഹാദികളൊന്നും മനസ്സിലാക്കുക. കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ലബനാനും അതേപോലെ തന്നെ ഗാസയൊക്കെയാണ്. ഹിസ്ബുള്ളയൊക്കെ ഈ യുദ്ധം കാരണം ഗതികെട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു. എന്നിട്ടും പറയാ തെല്ലവീവില് പ്രശ്നമാണ്. തെല്ലവീവിലുള്ള ഒരുപാട് മലയാളികൾ, നമ്മൾക്കിടയിലുള്ള മലയാളികൾ എന്നെയൊക്കെ പല സമയങ്ങളിൽ ഫോൺ വിളിക്കാറുണ്ട്. നമ്മളൊരു റെക്കോർഡ് ഇവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ. അവരൊക്കെ സുരക്ഷിതമാണ്, അവരൊക്കെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു, സമാധാനത്തിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഇമാതിരി ന്യൂസൊക്കെ എവിടുന്നാ കിട്ടുന്നത്? ഓ, ഹിസ്ബുള്ള ഉഷാറാണ്, ഹിസ്ബുള്ള സകലതും തീ വെച്ച് പറയുന്നില്ല. ഇതൊന്നും യാതൊരു കഥയുമില്ലേ ഇമാതിരി ജിഹാദികൾക്ക്? അടുത്ത കമന്റ് ആണ്, അല്ലെങ്കിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നാണ്. ആരെ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നാണ് ഇവർ പറയുന്നത്? ഈ കരാറിലേക്ക് വരേണ്ടത് ആരുടെ ആവശ്യ? ഹിസ്ബുള്ളയുടെ ആവശ്യ. ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്ന്. ശരിയാ, ഹിസ്ബുള്ള മേധാവികൾക്ക് മണ്ണും ഇറച്ചിയും ഏതാന്ന് മനസ്സിലാവാത്തൊരു ഗതികെട്ട അവസ്ഥ വരാറുണ്ട്. ആസിം സഫീദ്ദീനും ഹസൻ നസ്രുള്ളയൊക്കെ ചിതറിപ്പോയി എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. മണ്ണേതാ ഇറച്ചി ഏതാ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഹിസ്ബുള്ള മേധാവിമാരും കമാൻഡർമാരൊക്കെ തന്നെ കൊല്ലപ്പെടാറുള്ളത്. അത് വെച്ചായിരിക്കും ഇമ്മാതിരി ഒരു കമന്റ് ജിഹാദി ഇട്ടിട്ടുണ്ടാവുക. അടുത്ത കമന്റ് ആണ്, ഹിസ്ബുള്ളയുടെ തിരിച്ചടി കിട്ടിയപ്പോൾ കാര്യം മനസ്സിലായി, അവിടെയുള്ള ജനങ്ങൾക്ക് ബാത്റൂമിൽ ഇരിക്കുവാൻ സമയമില്ല എന്ന്. ഏത് ബാത്റൂമിൽ ഇരിക്കാൻ ഇസ്രായേലുള്ള ആളുകൾക്ക് സമയമില്ലെങ്കിൽ ഈ പറയുന്ന തെക്കൻ ലബനാനിൽ ബാത്റൂം ഉണ്ടോ? ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ബാത്റൂം ഉണ്ടാവോ? നിങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് കണ്ടിട്ടാണ് ഇമ്മാതിരി ജിഹാദികളൊക്കെ കമന്റ് ഇടുന്നത്? 135 ലൈക്കൊക്കെ ഇത്. വലിയ രീതിയിൽ ഇത്തരം കമന്റുകൾക്ക് ആളുകൾ പിന്തുണയും കൊടുക്കുന്നുണ്ട്. മറ്റൊരു കമന്റ് ആണ്, എന്നാ ഭയമാ, നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഹിസ്ബുള്ള ടെല്ലവീവ് മൊത്തം തീയിടുമെന്ന്. അല്ല, ഈ ഹസൻ നസ്രുള്ളയൊക്കെ ഇസ്രായേലിന്റെ വല്യാപ്പയാണോ? അല്ലെങ്കിൽ തീരെ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മേധാവിയായിരുന്നു ഈ ഹസൻ നസ്രുള്ള? അല്ലല്ലോ, ഹിസ്ബുള്ളയുടെ തന്നെ പ്രധാനപ്പെട്ട മേധാവി അല്ലായിരുന്നോ? അങ്ങനെ തുടങ്ങിയിട്ട് ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള, ആസിം സഫീദ്ദീൻ, ഒരുപാട് കമാൻഡർമാര്, ഒരുപാട് ഈ ഹിസ്ബുള്ള ഭീകരര്, ഇവരൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടും ഇമാതിരി കുറെ എണ്ണമുണ്ട്. ഹിസ്ബുള്ളയാണ് ഇതൊക്കെ തന്നെ വിജയിച്ചത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ഇസ്രായേലിന്റെ സൈനിക മേധാവി ഹെർസി അലേവി, ഇങ്ങനെ പോകുന്നു ഇസ്രായേലിന്റെ നേതൃനിര. ഇവർക്കൊന്നും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേസമയം തെക്കൻ ലബനാൻ ഹിസ്ബുള്ളയുടെ ശക്തി പ്രദേശങ്ങളുടെ അവസ്ഥ എന്താ? ഹിസ്ബുള്ളയുടെ മേധാവിമാരുടെ അവസ്ഥ എന്താ? ആരുമില്ല. നിലവിലുള്ള മേധാവി തന്നെ പേടിച്ച് ഇറാനിൽ ഒളിച്ചിരിക്കുക. എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇവർക്കൊക്കെ എങ്ങനെ ഇത്രത്തോളം വലിയ പ്രതീക്ഷ
ഹിസ്ബുള്ളയാണ് ഇതൊക്കെ വിജയിച്ചത് എന്ന ഈ ഒരു പ്രതീക്ഷ ഇവർക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? കൃത്യമായ ഉത്തരണ്ടതിനും നമ്മുടെ കേരളത്തിലെ അടുപ്പുകൂട്ടിക്കാർ, മൗദൂദികൾ, ചാനലുകൾ, ഒരുപാട് ഈ തീവ്രവാദ അനുകൂല ചാനലുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, ഒരുപാടുണ്ട്. അതിലൊക്കെ നിരന്തരം കള്ളത്തരമാണ്. ഒരു സമയത്ത് കണ്ടിട്ടുണ്ട് ഈ ഹിസ്ബുള്ള ഭീകരര് ഈ അമേരിക്കൻ സൈന്യത്തെ ഒരുപാട് കൊലപ്പെടുത്തി. ഒരു ദിവസം തന്നെ 800 ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തി ഹിസ്ബുള്ളയെ. അല്ല, ഇവർക്കൊക്കെ നമ്മളൊന്നും അറിയാത്ത മറ്റൊരു അമേരിക്കയും മറ്റൊരു ഇസ്രായേലും ഇവർ സൃഷ്ടിച്ചിട്ടുണ്ടോ ഭാവനാലോകത്ത് നിന്ന്? എന്നിട്ട് ഹിസ്ബുള്ള ഇഷ്ടം അവരുടെ മനസ്സിലുള്ളത് പോലെ ഹിസ്ബുള്ള അവരെയൊക്കെ തന്നെ കൊല ചെയ്യുന്ന വാർത്തകൾ കൊടുക്കുകയാണോ? ഇവിടെയുള്ള തീവ്രവാദ അനുകൂല ഒരുപാട് ചാനലുകൾ ഇത്തരം മൊണ്ണകളായ ജിഹാദികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ജിഹാദികൾ, ഈ കമന്റ് ഇട്ടുന്ന ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളിവിടെയൊക്കെ കൊടുക്കുന്ന ഓരോ വാർത്തയും BBC, റോയിട്ടേഴ്സ്, അങ്ങനെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത്. അതേസമയം നിങ്ങൾ കാണുന്ന വാർത്തകൾ, കാണുന്ന മാധ്യമങ്ങൾ, ചാനലുകളിൽ അത് എവിടുന്ന് വരുന്നു വാർത്ത എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? നിങ്ങളൊക്കെ അങ്ങേറ്റം, അതായത് നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളെയും മൗദൂദിയും അതേപോലെ തന്നെ ഈ തീവ്ര ചിന്താഗതിക്കാരായ ഒരുപാട് ചാനലുകൾ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി. ഇതിന് പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസിന്റെ ബുദ്ധിയൊന്നും വേണ്ട, ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി. ഹിസ്ബുള്ള യുദ്ധം തുടങ്ങിയത് മുതൽ എന്താണ് അവസ്ഥ? ഇനി ഈ കരാറിൽ, അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തെക്കൻ ലബനാൻ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ പിന്മാറണം എന്നുള്ളതാ ഹിസ്ബുള്ള ഇണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കരാറിൽ പോലും. അപ്പൊ ഇസ്രായേലിന്റെ സൈന്യമാണ് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുള്ളത് എന്നും കരയുദ്ധം പ്രകാരം കരയുദ്ധത്തിലൂടെ തന്നെ ഇസ്രായേലി സൈന്യമാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളൊക്കെ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നത് മാത്രമല്ലേ?